മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയുന്നത് ഒരു വലിയ ഗുണമാണ്. വിശാലമായ മനസ്സും മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള മനോഭാവവും ഉള്ളവർക്ക് മാത്രമേ ഇത് സാധ്യമാകൂ. നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം പറയാൻ വരുന്നവരെ മാന്യമായി പരിഗണിക്കുന്നത് ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. പലപ്പോഴും ആളുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ പെരുമാറ്റത്തെ മാത്രം നോക്കി നമ്മൾ അവരോട് വെറുപ്പ് കാണിക്കാറുണ്ട്. എന്നാൽ ശരിയായ വസ്തുതകൾ തിരിച്ചറിയാതെ ഒരാളെയും കുറ്റപ്പെടുത്തരുത്. ഏതെങ്കിലും വ്യക്തിയോട് വിദ്വേഷം തോന്നും മുൻപ് മുൻവിധികളില്ലാതെ അവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കാൻ നാം തയ്യാറാകണം. തുറന്ന മനസ്സോടെയുള്ള ഇത്തരം സമീപനങ്ങൾ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നത് ഒരു കലയാണ്. ഓരോ മനുഷ്യനും ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് പിന്നിലെ വികാരങ്ങൾ കൂടി തിരിച്ചറിയാൻ ശ്രമിക്കണം. ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും നമുക്കിടയിലുള്ളൂ. വിമർശിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സ്നേഹിക്കുന്നത്. ഒരാളുടെ തെറ്റുകൾ മാത്രം തെരഞ്ഞുപിടിച്ച് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം ആ തെറ്റിലേക്ക് നയിച്ച കാരണങ്ങൾ കൂടി അന്വേഷിക്കണം. സ്നേഹപൂർവമായ ഒരു ഇടപെടൽ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമാകണം, ആയുധമാകരുത്. ഒരാളോട് സംസാരിക്കുമ്പോഴും അവരെ വിലയിരുത്തുമ്പോഴും അങ്ങേയറ്റം മാന്യത പുലർത്തണം. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന അതേ പരിഗണന മാത്രമേ നമുക്കും തിരികെ ലഭിക്കൂ എന്ന് എപ്പോഴും ഓർക്കുക. മനസ്സൊരു കണ്ണാടി പോലെയാണ്. അതിൽ മുൻവിധിയുടെ പൊടിപടലങ്ങൾ ഇല്ലാതെ നോക്കിയാൽ മാത്രമേ മറ്റുള്ളവരിലെ നന്മയെ ദർശിക്കാൻ കഴിയൂ. വെറുപ്പ് ഉപേക്ഷിച്ച് കരുണയോടെ ലോകത്തെ കാണാൻ ശീലിക്കുന്നത് നമ്മെ കൂടുതൽ സമാധാനമുള്ളവരാക്കും.